ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. ഇന്നത്തെ പുതിയ വീഡിയോ ആണ്. ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ. പോയാലോ. ഞാനൊന്ന് ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പന്തൽ കണ്ടു കേട്ടോ. എന്താ ഇത്രയും വലിയ, എപ്പോഴാണ് ആലോചിച്ചത്, ഒരു വലിയൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ കല്യാണത്തിൻ്റെ പന്തലാണ് ആ കാണുന്ന പന്തൽ. എനിക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം നടക്കാനുള്ള ആ ബസ് കയറാൻ വേണ്ടി നടക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അപ്പം ഞാനന്ന് ഓഫീസിലേക്ക് പോകുന്ന അന്നാണ് 24 പെൺകുട്ടികളുടെ കല്യാണം. ഈ 24 പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്ന വ്യക്തി ആരാന്നറിയോ? അറക്കൽ അഷ്റഫ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. പിന്നൊരു പ്രത്യേകം കൂടി ഉണ്ട് കേട്ടോ. ഇതേ വേദിയിൽ വെച്ചിട്ട് 24 ദമ്പതികളിൽ ഇതേ വേദിയിൽ വെച്ചിട്ട് അഷ്റഫ് ഖാൻ്റെ മകനായ ഫൈസലിൻ്റെ കല്യാണവും കൂടി നടക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സമൂഹ വിവാഹം നടത്താൻ ഈ പന്തലിന് ചിലവഴിച്ചത് 1 കോടി രൂപയാണ്. ഫുഡിനും ഈ ഒരു പന്തലുണ്ടാക്കാനും എല്ലാത്തിനും കൂടി 1 കോടി രൂപയാണ് അദ്ദേഹത്തിന് ചിലവായിട്ടുള്ളത്. അതുകൂടാതെ ഈ 23 പേർക്കും 10 പവൻ വെച്ചിട്ടാണ് ആ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പോകുന്നു. പിന്നെ ഇതിന്റെ ഇന്നത്തെ ഒരു ദിവസം സർക്കാർ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, റീഫ്രഷ്മെന്റ് സൗകര്യം നമ്മൾ എവിടെ നിന്നാണോ വന്നത് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരു എന്റർടൈൻമെന്റ് സെക്ഷനിലേക്കും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇനി ഒരുപാട് ഇവരത്തെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ ഒരുക്കിക്കൊണ്ട് SS ഓർക്കസ്ട്ര പയ്യന്നൂർ ടീം അണിയിച്ചൊരുക്കുന്ന ഒരു സംഗീത വിരുന്ന്, പ്രിയപ്പെട്ട കണ്ണൂർ ഷെരീഫയും ടീമും അണിയിച്ചൊരുക്കുന്ന ഒരു സംഗീത വിരുന്നും കൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഫോട്ടോഷനും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യത്തിൽ നമുക്ക് ആരംഭിക്കാം. അത് കാര്യങ്ങളൊക്കെ സുബി വളരെ വ്യക്തമായിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും, ഓരോ ഫാമിലീസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ സുബി നമ്മൾ എന്റർടൈൻമെന്റ് തുടങ്ങട്ടെ. ഓക്കെ, ആദ്യ ഗാനത്തിന് ശബ്ദം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് വേദിയിൽ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള പാട്ടുകളും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് മലയാളികൾ ഏതെല്ലാം ദിക്കിലുണ്ടോ ആ ദിക്കിലെല്ലാം പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കണ്ണൂർ